മിഷേൽ ഒബാമയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? 5 ഓപ്ഷൻസ് ഉണ്ട്. ചാടിക്കറി പറയരുത്, കാരണം ഇത് വലിയ അപകടം പിടിച്ച ഒരു കളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കോടിയുടെ കളിയാണ്. ഓപ്ഷൻ എ ഫസ്റ്റ് ലേഡി, ഓപ്ഷൻ ബി വൺസ് അപ്പോൺ എ ടൈം വൈറ്റ് ഹൗസ്, ഓപ്ഷൻ സി ബിഹൈൻഡ്, ഓപ്ഷൻ ഡി ലേഡി പ്രസിഡന്റ്, ഓപ്ഷൻ എ ബിക്കമിങ്. മിഷേൽ ഒബാമയുടെ ആളിനെ മനസ്സിലായോ? ബറാക് ഒബാമയുടെ ഭാര്യയുടെ പേരാണ് മിഷേൽ ഒബാമ. അവരുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലേഡി വൺസ് അപ്പോൺ എ ടൈം വൈറ്റ് ഹൗസ്, ബിഹൈൻഡ്, ഓപ്ഷൻ ഡി ലേഡി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ബിക്കമിങ്. ഓപ്ഷൻ എ ഫസ്റ്റ് ലേഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ. അപ്പൊ എന്താണ് ഇതായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ കാരണം? ഞാൻ ചുമ്മാ ചൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ലേഡി ആയതുകൊണ്ട് അല്ലേ? മിഷേൽ ഒബാമയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേര് ഫസ്റ്റ് ലേഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം കണ്ട് ഈ ഉത്തരങ്ങളും കണ്ടപ്പോ സ്വപ്ന ആരെയാ? സ്വപ്നല്ല, സ്നേഹ. സ്വപ്ന അവിടെ ഇരിക്കുന്നു. സ്നേഹ, ഇത് എനിക്ക് വലിയ കളിയാവും. സ്നേഹ ആണ് മുന്നിൽ നിൽക്കുന്നത്. കാണാവുന്ന പഠിച്ചോട്ടെ. അപ്പൊ സ്നേഹ ആരെയാ ഓർമ്മിച്ചത്? കാര്യം ഒറ്റ കോടിയിലേക്കുള്ള കളിയാണ്. ആര്? ദൈവം എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല. ദൈവം കൂടെ ഉണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഹൃദയത്തിന് ഇടുക്കേണ്ട വഴിയൊക്കെ ദൈവത്തിന് കയറി വരാൻ പറ്റുമോ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. അപ്പൊ പൂട്ടല്ലേ? പൂട്ടാമല്ലോ. ഒന്ന് ഉറപ്പിച്ച് പറയൂ. കരുത്തോടെ. സ്വപ്ന പറഞ്ഞോ കരുത്തോടെ? ഇല്ല, സ്വപ്ന എനിക്ക് കാണത്തില്ല. ഇപ്പൊ കാണാൻ പറ്റത്തില്ല അല്ലേ? ഓക്കെ. അപ്പോ സ്നേഹ പറഞ്ഞ ഉത്തരം മിഷേൽ ഒബാമയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേര് ഫസ്റ്റ് ലേഡി ആണെന്ന് പറഞ്ഞ ഉത്തരം. ഇപ്പൊ ടെൻഷൻ എങ്ങനെയുണ്ട്? ഹാർട്ട് ബീറ്റ് ഒന്നുകൂടെ നോക്കാം നമുക്ക്. കാര്യം ഇറ്റലിയിലിരിക്കുന്ന അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. 106 ആയി. ഇനിയിപ്പോ മേലോട്ട് എന്തായാലും വിടാൻ പറ്റത്തില്ല. കാര്യം ഹാർട്ട് ഇടിക്കുന്ന ഇടി ഇവിടെ വരെ കേട്ടോണ്ടാ ഞാൻ ശരിക്കും പറഞ്ഞത്. അപ്പോ സ്നേഹ, താങ്കൾ പറഞ്ഞ ഉത്തരം മിഷേൽ ഒബാമയുടെ ഓർമ്മക്കുറിപ്പ് ഫസ്റ്റ് ലേഡി അല്ല. ഉത്തരം തെറ്റാണ്. ബിക്കമിങ് ആണ് ശരി ഉത്തരം. 24 ഭാഷകൾ തർജ്ജമ ചെയ്യപ്പെട്ട കൃതിയാണ് ഈ പുസ്തകം. ബിക്കമിങ് എന്നാണ് അതിന്റെ പേര്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ 1 കോടിയിലേക്ക് നേരിട്ട് കളിക്കാൻ തീരുമാനിച്ചത് അപകടമായെന്ന് തോന്നുന്നു. ഇപ്പോ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചാണ് അല്ലേ? ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ച ആ മാനസിക ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യത്തിന് എൻ്റെ ആദരവ്. തീർച്ചയായിട്ടും ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. കാരണം അങ്ങനെയൊക്കെ വേണം. പെൺകുട്ടികൾ റിസ്ക് എടുത്താലേ ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഇങ്ങനെ മനസ്സിൽ ചാഞ്ചല്യത്തെ നേരിടുന്ന സമയത്ത് ഞാൻ ആഫ്രിക്കയിൽ ഉറങ്ങിക്കിടന്ന എൻ്റെ ഭാര്യയുടെ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാനിങ്ങനെ സർക്കാർ ജോലി രാജിവെച്ചിട്ട് പ്രൈവറ്റ് ടെലിവിഷൻ ചാനലിൽ പോകാൻ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞു. ചുമ്മാ അത് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. രാജിയും വെച്ചിട്ട് രാജി ഇപ്പം തന്നെ എഴുതിയിട്ട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചാൽ അത് റിസ്ക് അല്ലേന്ന് ചോദിച്ചു. റിസ്ക് എടുക്കാത്ത ഒരു തണ്ടി രക്ഷപ്പെട്ടിട്ടില്ലെന്ന്. നിന്റെ ഉള്ളിൽ തിരിഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിലെത്തുന്നത്. ഇപ്പൊ സ്വപ്ന സജിയും സ്നേഹ സജിയും അല്ലേ പ്രശസ്തരായി കഴിഞ്ഞു. ഈ ടെലിവിഷൻ ചാനലിലൂടെ ഫ്ലവേഴ്സ് വഴി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഒരേ സമയത്താണ്ട് 1 കോടിയിലധികം ആൾക്കാർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. 1 കോടി രൂപ കൈ കിട്ടിയില്ലെങ്കിലും 1 കോടിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക. ചിലപ്പോൾ 1 കോടി കുടുംബങ്ങളിലായിരിക്കും ചിലപ്പോൾ കാണുക. അപ്പൊ ഇൻഡു 2, 3, 4 ഗുണിച്ചാൽ 2-3 കോടി ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പൊ എന്താ തോന്നുന്നേ? സന്തോഷം. വിഷമം തോന്നുന്നു? വിഷമില്ല. സാധാരണ കരച്ചിൽ എപ്പോഴാ വരിക? സങ്കടം വരുമ്പോ കരയും. സാധാരണ കരയുന്ന നേച്ചറാണോ? അങ്ങനെ പെട്ടെന്ന് കരയത്തൊന്നുമില്ല. വിഷമം വന്നാൽ കരയും. ഈ അടുത്തിടയ്ക്ക് വാവിട്ട് നിലവിളിച്ചു പോയ സന്ദർഭം ഏതായിരുന്നു? എന്റെ പപ്പയുടെ പപ്പ മരിച്ചുപോയായിരുന്നു. പപ്പയുടെ പപ്പ, അപ്പച്ചി ഞങ്ങൾ വിളിക്കുന്നത്. അപ്പച്ചി മരിച്ചപ്പം സങ്കടം വന്നു. അങ്ങനെ നല്ല രീതിക്ക്. അപ്പം സ്വപ്നയുടെ റേഞ്ച് എങ്ങനെയാ? വാവിട്ട് കരയൂ? എന്റോടൊപ്പം തന്നെ. അപ്പൊ നിങ്ങൾ വിഷമം വരുമ്പോ നമ്മൾ അങ്ങനെ അവരെ മാനസികാവസ്ഥ കോറസ് ആണോ 1 2 3 പറഞ്ഞങ്ങ് തുടങ്ങുവാണോ? അങ്ങനെയല്ല, നമ്മൾ രണ്ടും ഒരേ വികാരങ്ങളാണല്ലോ. എനിക്ക് സങ്കടം വരുമ്പോ അവർക്ക് സങ്കടം വരും. ആരെങ്കിലും ഒന്നിച്ച് കരഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ? ഒന്നിച്ച് കരഞ്ഞോ? കരഞ്ഞോ ചിരിച്ചോ പറ്റിച്ചിട്ടുണ്ടോ? അങ്ങനെ പറ്റിച്ചിട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റിക്കുന്നുണ്ടായിരുന്നു. ടീച്ചറിനെ വരെ പറ്റിച്ചത്. ടീച്ചറിനെ എങ്ങനെ പറ്റിച്ചു? ടീച്ചറിനെ പറ്റിച്ചത് +2 പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഒരേ ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു. ഒരേ ഡ്രസ്, യൂണിഫോം ഒരേ ഡ്രസ്സാ? കമ്മലും ഒക്കെ തന്നെ? കമ്മൽ ഇപ്പൊ ഇവിടെ വന്നപ്പോ മാറ്റമുണ്ട്. ഇടുന്ന പൊട്ട് സെയിം ആണ്. കൈക്കിടുന്ന വള എല്ലാം സെയിം ആണ്.
സെയിം ആണ്. മുടിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? മുടിയുടെ ചീകി വെക്കുന്ന രീതിക്കും ഒക്കെ തന്നെ? ആ ഹെയർ സ്റ്റൈൽ ഞാൻ എടുക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ അവൾ എടുക്കുന്നത് നിങ്ങൾ കിഴക്കോട്ട് പോകും, അവർ പടിഞ്ഞാറോട്ട് പോകും, അങ്ങനെയാണോ? നല്ലത് തന്നെ.